അതാരെങ്കിലും ഒന്ന് മൈക്കിൽ കൂടി വായിക്കുമോ? ഓൺലൈൻ ചേർച്ചസ് നമ്മളല്ലാതെ വായിക്കുന്നത് കേൾക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കലക്കമുണ്ടാക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളുണ്ടാവും. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ എന്തുണ്ട്? അനേക സ്ഥലങ്ങളുണ്ട് പാർക്കാൻ. ഹൃദയം കലങ്ങിയവർക്ക് പാർക്കുവാൻ ദൈവസന്നിധിയിൽ എന്തുണ്ട്? സ്ഥലമുണ്ട്. ആമേൻ. സ്ഥലം എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ മാത്രമല്ലത്, ഒരു സ്പിരിച്വൽ ലൊക്കേഷനാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യമാണല്ലോ പുസ്തക വചനങ്ങളുടെ ആരംഭം. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മളത് ഇംഗ്ലീഷിലേക്ക് ഒന്നെടുത്ത് ഇംഗ്ലീഷിൻ്റെ മലയാളവൽക്കരണം ചെയ്താൽ, ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. സ്വർഗങ്ങൾ പ്ലൂറൽ ടേമിലാണ്, ഭൂമി സിംഗുലർ ടേമിലാണ്. അതിൻ്റെ അർത്ഥം വേദപുസ്തകം സത്യമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം, ഒരു ഭൂമിയും അനേക സ്വർഗങ്ങളുമുണ്ട്. ആമേൻ. എന്നാൽ അല്പം കൂടെ നമ്മൾ എബ്രായവൽക്കരിച്ചു പറഞ്ഞാൽ, ദൈവം സൃഷ്ടിപ്പ് ആരംഭിച്ചപ്പോൾ ആദിയിൽ അവൻ സ്വർഗസ്ഥലങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഞാൻ ഇവിടെ ഇന്ന് ഉദ്ധരിക്കാനിരിക്കുന്നത് സ്വർഗസ്ഥലങ്ങൾ, സ്വർഗങ്ങൾ, ഒരു സ്വർഗമല്ല, സ്വർഗങ്ങൾ, പ്ലൂറൽ ഇൻ ടേംസ്. അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പല പല കാര്യങ്ങൾ വേദോസം പഠിപ്പിക്കുന്നുണ്ട്. യേശുവിനെ, കർത്താവിനെ കുറിച്ച് പറയുന്നു, കർത്താവ് ആദി സ്വർഗത്തിലേക്ക് കരേറി. സ്വർഗസ്ഥലങ്ങൾ, ഭൂമി, ഒരു ഭൂമി, സ്വർഗസ്ഥലങ്ങൾ. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ഭൗമികരാണ്, അതുകൊണ്ട് ഭൂമിയുടെ കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. എന്നാൽ സ്വർഗസ്ഥലങ്ങൾ എന്ന ഒരു ആത്മതലമുണ്ട്. അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് ഒരിടമുണ്ട്. ആമേൻ. ദുഃഖിച്ചിരിക്കുന്നവർക്ക് അവിടെ ഒരു സ്ഥലമുണ്ട് താമസിക്കാൻ. പിന്നെ ദുഃഖം ചെന്ന് പറഞ്ഞ് ദുഃഖമെല്ലാം കുടഞ്ഞിട്ട് സന്തോഷത്തോട് വരാൻ കഴിയുന്ന ഒരു സ്ഥലം. ആമേൻ. എ സ്പിയർ, എ റെലം where you can go and pour out every tears, every problems. അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപയോഗിക്കണം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആത്മാവിൽ നമ്മൾ സാധാരണ ആരാധിക്കുന്ന പോലെ ആരംഭിച്ചെങ്കിലും മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കയറി. അതൊരു സ്ഥലമാണ്, അതൊരു സ്പിയറാണ്, അതൊരു റെലമാണ്. നോർമലി നമുക്കത് ചെയ്യാനൊക്കത്തില്ല. പ്രൈസ് ഗാഡ്. അത് ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള സ്പേസസ് ഉണ്ട്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നിങ്ങളത് ആഗ്രഹിക്കണം. മമ്രയുടെ തോപ്പ്, മമ്ര എന്ന് പറയുന്ന മനുഷ്യൻ്റെ തോപ്പ്, അയാളുടെ ഗാർഡൻ, അല്ലെ പ്ലെയിൻ ഓഫ് മമ്രെ, അയാളുടെ സ്ഥലം, സാധാരണ സ്ഥലം. അല്ല, അവിടെ കുറേ നാളായിട്ട് അബ്രാം എന്ന് പറയുന്ന വ്യക്തി താമസിക്കുകയാണ്. തൻ്റെ ഉടമ്പടിയുടെ ഭാര്യ സാറായി, തൻ്റെ ഉടമ്പടിയുടെ ദാസിമാരൊക്കെയുണ്ട്. ഒരിക്കൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം പറയുന്നു, അവിടെ 3 പുരുഷന്മാർ അബ്രാമിൻ്റെ വീടിൻ്റെ ആ വഴിയിൽ നിന്ന് മുമ്പിലോട്ടുള്ള മെയിൻ റോഡിൽ നിൽക്കുന്ന അബ്രാം കണ്ടു. ആമേൻ.
പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾക്കും അവകാശമാക്കുവാൻ കഴിയും. സാധാരണ ജീവിക്കുന്നതിനിടയിൽ ഒരു ഉയർന്ന വാഗ്ദത്തങ്ങളെ പ്രാപിക്കേണ്ടതിന് ദൈവം വന്ന് നിന്നോട് സന്ധിക്കുന്ന ഒരിടം. സാധാരണക്കാർക്കത് മമ്രയുടെ തോപ്പാണ്. നിനക്കത് ദൈവം ഇറങ്ങി വന്ന് നീ ദൈവത്തെ ഊട്ടിയ ഊട്ടുപുരയാണ്. ആമേൻ. എന്താ ഊട്ടുപുര എന്ന വാക്കിൻ്റെ അർത്ഥം? ശാല, ഡൈനിങ് ഹാൾ. പ്രൈസ് ഗോഡ്. ദൈവം എത്ര പേരുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്? ആദ്യം പേരുടെ കയ്യിൽ നിന്ന് ദൈവം വാങ്ങി കഴിച്ചിട്ടില്ല. ഒരിക്കൽ മനോഹ ദൈവദൂതനെ കഴിപ്പിക്കാൻ ശ്രമിച്ചു, കഴിച്ചതായിട്ട് കാണുന്നില്ല. ദൈവം കഴിച്ച വേറെ ഭാഗങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നോക്കൂ, ദൈവം അബ്രാമിൻ്റെ ആ കൂടാരത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വതന്ത്രം. അവിടുത്തെ ഗ്രാമാറ്റിക്കൽ ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ ശ്രദ്ധിച്ചാൽ ദൈവം അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി, വന്നു മുട്ടുന്ന വലിയ വഴിയുടെ കവലയിൽ നിൽക്കുകയാണ്. ആമേൻ. ഒരു പ്രത്യേക പ്രഭാതത്തിൽ അബ്രഹാം വെയിലാറിയപ്പോൾ 3 പുരുഷന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. അവർ വന്നിട്ടൊന്നുമില്ല, അവർ നിൽക്കുന്നത് കണ്ടു. അബ്രഹാമാണ് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ച് ആരാധിച്ച് ഭയങ്കര റിക്വസ്റ്റാണ്, ഒരല്പം വെള്ളം, ഒരല്പം അപ്പം കഴിച്ചിട്ട് പോകാം. കണ്ടോ? ആമേൻ. ഗോഡ് വില്ലിംഗ് ആണോ? ഗോഡ് ഈസ് വില്ലിംഗ്. ദൈവം താല്പര്യത്തോടെ നിൽക്കുക. പക്ഷെ അബ്രഹാം വിളിച്ചിരുന്നില്ലെങ്കിലോ, അബ്രഹാം കണ്ടിരുന്നില്ലെങ്കിലോ ഒരിക്കൽ പോലും ആ കൂട്ടായ്മ ഉണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്. ഈ കൂട്ടായ്മയുടെ ഫലം എന്താ? ഈ കൂട്ടായ്മയുടെ ഫലമാണ് വാഗ്ദത്തത്തിൻ്റെ സന്തതി ഗുരുവായി വരും എന്നുള്ള പ്രവചനം കൃത്യമായി ഡേറ്റ് വെച്ച് കിട്ടിയതെന്ന. ആമേൻ. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ വിരസമായ അലഞ്ഞു വലഞ്ഞ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു തിയോഫിനോസ്, ഒരു പ്രത്യക്ഷത മതി. ഒരു ഉയർന്ന സ്ഥലത്തിൽ നമ്മൾ എത്തിയാൽ മതി. ദൈവമായിട്ടുള്ള കൂട്ടായ്മ മതി. നമ്മുടെ വാഗ്ദത്തങ്ങൾ വേഗം പൂർത്തീകരിക്കപ്പെടും. ഇപ്പോൾ സാധാരണമാണ്, ഇപ്പോൾ അഴലുകയാണ്, ഇപ്പോൾ മരുഭൂമിയാണ്. എന്നാൽ ഉയർന്ന ഒരാത്മീക തലം വെളിപ്പെട്ടാൽ, ഉയർന്ന ദർശനമുള്ള ഒരാത്മീക തലം വെളിപ്പെട്ടാൽ, ആ ദർശനം മതി നമ്മുടെ സകല ഉഴൽച്ചകളെയും മാറ്റും. ഗ്ലോറി, ഗ്ലോറി. 15 അബ്രഹാം പറയുന്നുണ്ട്, നീ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? തന്നതൊന്നും തനിക്ക് തൃപ്തികരമല്ല. നീ എനിക്കൊരു സന്തതിയെ തന്നിട്ടില്ലല്ലോ. നീ സ്വർണം തന്നാലും വെള്ളി തന്നാലും ഭൂമി മുഴുവൻ തന്നാലും എന്നെ പോലിരിക്കുന്ന എൻ്റെ സ്വരൂപത്തിൽ, എൻ്റെ സാദൃശ്യത്തിൽ, എൻ്റെ രക്തത്തിൽ, എൻ്റെ അസ്ഥിയിൽ, എൻ്റെ മാംസത്തിൽ എനിക്കൊരു കുഞ്ഞിനെ വേണം. അത് പൂർത്തീകരിക്കപ്പെടുന്നത് 18-ാമത്തെ അധ്യായത്തിലെ വലിയ ഉയർന്ന തലത്തിലാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ആ ഉയർന്ന ആത്മീക തലങ്ങളിലുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ആ ഉയർന്ന ആത്മീക സ്ഫിയറിലുണ്ട്. പക്ഷെ ആർ യു വില്ലിംഗ് ടു ഇൻവൈറ്റ് ഗോഡ് ഇൻടു യുവർ സിറ്റുവേഷൻ? അബ്രഹാം താമസിക്കുന്നത് വലിയ കൊട്ടാരത്തിലൊന്നുമല്ല. കൊട്ടാരമായതുകൊണ്ടല്ല ദൈവം എത്തിയത്. ഞാൻ രാമന് പ്രതീക്ഷിച്ചു. കുടിലും ദൈവം എത്തും. പക്ഷെ വിളിക്കുന്നവന്റെ മനസ്സാണ്. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നുണ്ടോ? ഉയർന്ന തലം ആഗ്രഹിക്കുന്നുണ്ടോ? വ്യക്തിപരമായി നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉയർന്ന തലം ആഗ്രഹിക്കുന്നുണ്ടോ? കുടുംബമായി നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉയർന്ന തലം ആഗ്രഹിക്കുന്നുണ്ടോ? നോക്ക്, അബ്രഹാം എങ്ങനെ വിളിക്കുന്ന ആ ഭാഗം ഒന്ന് വായിച്ചേ. ഇതൊരു ഉയർന്ന തലം തന്നെയാണ്. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. യഹോവ പ്രത്യക്ഷനായ കാര്യമായി എഴുതിയിരിക്കുന്ന വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. 3 പുരുഷന്മാർ തൊട്ടടുത്തൊന്നുമല്ല, ഇച്ചിരി ദൂരെയാ, തന്നെ നോക്കി നിൽക്കുക. അവരെ കണ്ടപ്പോൾ, നീ വിളിച്ചാൽ ഞാൻ വരാം, നീ എന്നെ പ്രതീക്ഷിച്ചാൽ ഞാനത് ചെയ്തിരിക്കും, നീ എന്നിൽ വിശ്വസിച്ചാൽ ഞാനതിൽ നിവർത്തിച്ചിരിക്കും.
പ്രൈസ് ഗോഡ്. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ വിളിക്കുക കർത്താവിനെ, നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. പ്രൈസ് ഗോഡ്. ദൈവം വെയിറ്റ് ചെയ്യുക. നിനക്കൊരു ഉയർന്ന സ്പിയർ തരാൻ, ഉയർന്ന സ്പെക്ട്രം തരാൻ, ഉയർന്ന അറ്റ്മോസ്ഫിയർ തരാൻ, ഉയർന്ന തലം തരാൻ ദൈവം കാത്തിരിക്കുക. നീ എന്നും ഈ താണ നിലവാരത്തിൽ ഓടേണ്ടവനല്ല. അല്ല, ഇപ്പോൾ ഉയർന്ന നിലവാരത്തിലാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇതിനേക്കാൾ ഉയർച്ചയുള്ളൊരു പർവ്വതമുണ്ട്. ഗ്ലോറി, ഗ്ലോറി. ഇതിനേക്കാൾ ദൂത് ലഭ്യമാകുന്ന ഒരു പർവ്വതമുണ്ട്. ഇതിനേക്കാൾ ഹൈറ്റുള്ള ഒരു ആത്മീക തലമുണ്ട്. നീ അതിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കർത്താവിനെ ഇന്ന് ആദ്യമായി വീട്ടിലേക്ക് ക്ഷണിക്കണം. വായിച്ചേ. അവരെ കണ്ടപ്പോൾ യഹോവയെ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അവരെ കണ്ടപ്പോൾ അർത്ഥാൽ 3 പുരുഷന്മാരുടെ രൂപത്തിലാണ് വെളിപ്പെട്ടത്. സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിന്നെ നഗ്നനായി എവിടെ കണ്ടു? അപ്പോൾ നഗ്നനായി കാണപ്പെടുന്നവർ അവരിൽ ചിലരെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാകാൻ സാധ്യതയുണ്ട്. ഞാൻ നിന്നെ രോഗിയായി എവിടെ കണ്ടു? അപ്പോൾ നമ്മൾ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്ന രോഗികളിൽ ചിലർ ദൈവപ്രത്യക്ഷതയാകുവാൻ സാധ്യതയുണ്ട്. ഞാൻ രാമനൊക്കെ പ്രതീക്ഷിച്ചു. ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി എവിടെ കണ്ടു? അപ്പോൾ ദാഹിച്ച ചിലർ, വിശക്കുന്ന ചിലർ, നമ്മുടെ മുന്നിൽ കൂടി പാസ് ചെയ്യുന്നവരിൽ ചിലർ യഹോവയുടെ പ്രത്യക്ഷതയാകുവാൻ സാധ്യതയുണ്ട്. അതിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ അപരിചിതന്മാരെ സൽക്കരിക്ക നിമിത്തം ദൂതന്മാരെ സൽക്കരിച്ചവരാകുവാൻ സാധ്യതയുണ്ട്. നീ എവറസ്റ്റ് കയറിയിട്ടല്ല കർത്താവിനെ കാണേണ്ടത്. മെറീന ട്രെഞ്ച് ഇറങ്ങിയിട്ടല്ല കർത്താവിനെ കാണേണ്ടത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി ദൈവപ്രത്യക്ഷതയ്ക്ക് കാരണമാകും. കുഞ്ഞു കുഞ്ഞു നന്മകൾ, കുഞ്ഞു കുഞ്ഞ് നല്ല കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞ് സഹായങ്ങൾ, കുഞ്ഞു കുഞ്ഞ് ഇടപെടലുകൾ ദൈവപ്രത്യക്ഷതയ്ക്ക് കാരണമാകും. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ കണ്ട വിശന്നവരിൽ ചിലർ, നമ്മൾ കണ്ട് ദാഹിച്ചവരിൽ ചിലർ, നമ്മൾ കണ്ട നഗ്നരിൽ ചിലർ, നമ്മൾ കണ്ട രോഗികളിൽ ചിലർ, നമ്മൾ കണ്ട തടവിലുള്ളവരിൽ ചിലർ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാകുവാൻ സാധ്യതയുണ്ട്. നമ്മൾ അവരെ മിസ് ചെയ്ത് കാണും. ഇനി മിസ് ചെയ്യരുത്, ഇനി മിസ് ചെയ്യരുത്, ഇനി മിസ് ചെയ്യരുത്. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മളിത് മിസ് ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ കബളിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. നന്മ ചെയ്തവർ ഭൂരിഭാഗവും നന്ദിയില്ലാതെ കടന്നുപോയി. നന്മ ചെയ്തവർ ഭൂരിഭാഗവും ഒരു കോള് പോലും നമുക്ക് തിരികെ നൽകാതെ കടന്നുപോയി. നമ്മൾ സഹായിച്ചവർ മിക്കവരും താങ്ക്ലെസ് ആയിരുന്നു, മാത്രമല്ല നമ്മളെ ഇഗ്നോർ ചെയ്തു. അതുകൊണ്ട് നമ്മൾ കഠിനപ്പെട്ടിരിക്കുക. നോ, ഒരു താങ്ക് യു, ഒരു നന്ദി വാക്കിന് വേണ്ടിയാണോ നീ അത് ചെയ്തത്? നിനക്ക് ദൈവത്തിന് വേണ്ടി ചെയ്തു നോക്കിയേ. നന്ദി പറയാതെ പോകുന്നവരോട് നമുക്ക് വിഷമം ഉണ്ടാകത്തില്ല. ആമേൻ. നമ്മൾ മാനുഷിക തലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നന്ദി പറയാത്തവരോട് വിഷമമുള്ളത്. നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്. നന്മ ചെയ്യുകയിൽ മടുക്കാഞ്ഞാൽ നീ കൊയ്യും, നിശ്ചയം കൊയ്യും. നന്മ ചെയ്യുമ്പോൾ നീ വിതയ്ക്കുകയാണ്. സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. അപ്പം നഗ്നരെ കാണുമ്പോൾ, വിശക്കുന്നവരെ കാണുമ്പോൾ, ദാഹിക്കുന്നവരെ കാണുമ്പോൾ, രോഗികളെ കാണുമ്പോൾ, തടവിലായവരെ കാണുമ്പോൾ, ജീവിതത്തിൽ അശരണരെ കാണുമ്പോൾ, അതൊരു പക്ഷേ യഹോവയുടെ ഒരു തിയോഫിനി പ്രത്യക്ഷതയാകുവാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കുക. അത് നിങ്ങളുടെ ലോക്കിനെ അഴിക്കും, നിങ്ങളുടെ പൂട്ടുകളെ തുറക്കും, നിങ്ങളുടെ കഥകളെ തുറക്കും. അടഞ്ഞ വാതിലുകൾ തുറന്നു വരും. ഇരുമ്പ് കഥകളും സ്വതവേ തുറക്കും കൊച്ചു കൊച്ചു നന്മയിൽ. ആമേൻ, ആമേൻ. നമ്മുടെ മീതെ മാനേജറായി വർക്ക് ചെയ്യുന്ന, സൂപ്പർവൈസറായി വർക്ക് ചെയ്യുന്ന, CEO ആയി വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരുപക്ഷെ നന്മ ചെയ്യാൻ നമുക്ക് താല്പര്യം. എന്താ കാര്യം? നല്ല നാളെ പ്രൊമോഷൻ വരുമെന്ന് ഉറപ്പാണ്. നമ്മുടെ കീഴെ വർക്ക് ചെയ്യുന്ന ആൾക്ക് നന്മ ചെയ്യാൻ നമുക്ക് താല്പര്യമാണോ? ആമേൻ. പക്ഷെ താഴെ വർക്ക് ചെയ്ത ആൾ നമ്മുടെ നന്മ അനുഭവിച്ചിട്ട് മുകളിൽ പോയി പറയും, ഇന്നയാൾ നല്ല ഒരാളാണ്, നല്ല ഹൃദയം ആൾക്ക്, നല്ല മനസ്സ് ആൾക്ക്. ആമേൻ. ആ ആൾക്ക് ഒക്കുവാണ് ഒരു പ്രൊമോഷൻ കൊടുക്കണമെന്ന് പറയാൻ സാധ്യതയുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ട്രൈ ദാറ്റ്.
ഇവിടെ അബ്രഹാം തല ഉയർത്തി നോക്കുമ്പോൾ യഹോവയല്ല, 3 പുരുഷന്മാരെയാ കാണുന്നത്. നീ കാണുന്നത് ദൈവത്തെ അല്ല, മനുഷ്യരെയാണ്. പക്ഷെ ദൈവത്തിന് നൽകുന്നത് പോലെയാണ് അബ്രഹാം ഇവിടെ നൽകുന്നത്. ഉയർന്ന തലമാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ തീരുന്ന, ദാരിദ്ര്യം തീരുന്ന, രോഗം മാറുന്ന, പട്ടിണി മാറുന്ന, ദുഃഖങ്ങൾ മാറുന്ന വാസസ്ഥലങ്ങൾ ദൈവത്തിലുണ്ട്. അബ്രഹാം പാർത്തിരുന്ന മമ്രയുടെ തോപ്പ്, അബ്രഹാം പാർത്തിരുന്ന കൂടാരം അങ്ങനത്തെ ഒരു ഇടമായി മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ആഴ്ചയിൽ അങ്ങനെ ചിലത് വരട്ടെ. നോക്ക്, കുറെ ധാന്യം നമ്മൾ വിത്താക്കി പത്തായത്തിൽ സൂക്ഷിച്ചാൽ, കുറെ ധാന്യം വിത്താക്കി ചേളാവിൽ സൂക്ഷിച്ചാൽ, കുറെ ധാന്യം വിത്താക്കി പോക്കറ്റിൽ സൂക്ഷിച്ചാൽ അത് ഫലം കായ്ക്കത്തില്ല. അതിന് കയ്യിൽ നിന്നൊന്ന് കളഞ്ഞേ, അതിനെ കയ്യിൽ നിന്നൊന്ന് വിതച്ചേ, ഇത്ര ഉണ്ടെന്ന് പറയാതെ ഉള്ള ഒന്ന് വിതയ്ക്കുമ്പോൾ 30, 60, 100 ആകുവാൻ സാധ്യതയുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ. ഉയർന്നാത്മിക തലം അബ്രഹാം ഉള്ളത് കൊണ്ടാണ് കൊടുത്തതെന്ന് ആരും പറയരുത്, മനസ്സുകൊണ്ടാണ് കൊടുത്തത്. ഹല്ലേലൂയ. വായിച്ചേ, അവരെ സ്വീകരിക്കുന്ന രീതിയിൽ വായിച്ചേ. ഓടിച്ചെന്നു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, തൊട്ട് മുമ്പിലല്ല നിന്നത്. ഒരു ഫർലോങ്ങോ ഒരു കാഴ്ചയ്ക്കുള്ള ദൂരം അകലെയാണ് ദൈവം നിൽക്കുന്നത്, പുരുഷന്മാർ നിൽക്കുന്നത്. തല ഉയർത്തി നോക്കി അവരെ കണ്ടു. ഒറ്റ ഓട്ടം, സ്വന്തം ആരോ വന്നതുപോലെ. ആമേൻ. അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമോ? സാറായി അനുഗ്രഹിക്കപ്പെടുമോ? അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് നമ്മുടെ ആഹാരം വേണോ? മനസ്സിലായില്ല. ദൈവത്തിന് നമ്മുടെ സ്തോത്ര കാഴ്ച വേണോ? എന്താ മറുപടി? വേണ്ട. ദൈവത്തിന് നമ്മുടെ ദശാംശം വേണോ? വേണ്ട. പക്ഷെ ദൈവത്തിന് കൊടുക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ കൊടുത്താൽ അതിൽ ദൈവം പ്രസാദിക്കും. ഹലോ, പർവ്വതങ്ങളിലെ 1000 ആടുകൾ, കാളകൾ എനിക്കുള്ളത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ സമ്പത്തിലല്ല കർത്താവ് നിലനിൽക്കുന്നത്, നമുക്ക് സമ്പത്ത് നൽകുന്നത് കർത്താവാണ്. അതുകൊണ്ട് 30%, 50%, 100 നീ കർത്താവിന് കൊടുത്താലും നീ കർത്താവിനെ ഹോണർ ചെയ്യുക. എന്താ? നീയാണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഓടിച്ചെന്നു. നിലം വരെ കുനിഞ്ഞു. എന്ന് പറഞ്ഞാൽ തല ഉയർത്തി ഒന്നും നിൽക്കുന്നില്ല. തൻ്റെ ടെമ്പിൾ, തൻ്റെ തിരുനെറ്റി ദൈവത്തിൻ്റെ കാൽപാദങ്ങളിൽ മുട്ടി നിൽക്കുകയാണ്. ഫ്ലാറ്റഡ്, കംപ്ലീറ്റ്ലി സ്ലൈൻ. അങ്ങനെ ആരാധിക്കേണ്ടത്. അല്പം ഉയർന്നു നിൽക്കുന്നുണ്ടാ നാം ശരിയാകാത്ത. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പറയും ഹൃദയത്തിൽ അങ്ങനെ പാസ്റ്റർ ഞങ്ങൾ കസേരയിൽ ഇരിക്കുന്നുള്ളൂ. കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു വിരോധമില്ല, ഞാൻ ഇരിക്കാറുള്ളത്. കസേരയിൽ ഇരിക്കുമ്പോൾ ഹൃദയം നിന്റെ പോസ്ട്രേറ്റഡ് ആണെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ആരും പറയാതെ നീ നിലത്ത് വീഴും. അതാ എൻ്റെ ശരി. ഹല്ലേലൂയ. നിന്റെ ക്ലോസറ്റിൽ, നിന്റെ ആ കോർണറിൽ, നിന്റെ മുറിയിൽ നീ എങ്ങനെയാ കർത്താവിനെ ആരാധിക്കുന്നത്? അവിടെ നിന്ന് വീണേ. നിലം വരെ കുനിഞ്ഞ് അവനെ നമസ്കരിച്ചു. യജമാനനെ, അഡോണായ്, മാസ്റ്റർ എന്ന വിളിയ. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. നീ എൻ്റെ അടുത്തു നിന്ന് പോകാതെ ഇരുന്നാൽ മതി. അത് തന്നെ ഒരു കൃപയാണ്. ദൈവം നമ്മുടെ അടുത്തുള്ളത് ഒരു കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം നമുക്കുണ്ടെന്നുള്ളത് നമ്മുടെ ബലം, അത് ദൈവകൃപയാണ്. കമോൺ 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 കമോൺ. നീ പ്രശ്നത്തിൽ കൂടിയാണ്, നീ പ്രതികൂലത്തിൽ കൂടിയാണ്, നീ അനാഖ്യമന്മാരുടെ മധ്യയാണ്. അതെല്ലാം ശരി. നിനക്ക് മക്കളില്ല, നിന്റെ വാഗ്ദത്തങ്ങൾ നീ പ്രാപിച്ചിട്ടില്ല, നിന്റെ വൈഫ് മച്ചിയാണ്, നീ എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതൽ, എല്ലാം ശരി. പക്ഷെ യഹോവ ഉണ്ട്, അത് ദൈവകൃപയാണ്.
ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇതൊരു ഉയർന്ന ആത്മീക തലമാണ്. ഇത് സ്വർഗമല്ല, സ്വർഗത്തെക്കാൾ ഉയർന്ന തലമാണ്. ഹല്ലേലൂയ. എത്ര പേർ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നു? ഒരു കമ്മ്യൂണിക്കേഷനുള്ള, ഒരു ഇൻറ്റിമേറ്റ് കൊയിനോനിയ ഉള്ള, കമ്മ്യൂണിയൻ ഉള്ള, ദൈവവുമായി മാത്രം സന്ധിക്കുന്ന, ബാക്കി ഒന്നിനെയും ആരെയും ഇടപെടാൻ അനുവദിക്കാത്തൊരു തലം. ഫോണില്ല, വാട്സാപ്പ് ഇല്ല, ഡോർ അടച്ചിരിക്കുന്നു, വീട്ടിലെന്താ നടക്കുന്ന വിഷയമല്ല, നമ്മളും ദൈവം മാത്രമുള്ള ഒരു തലം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, സ്ഥലമുണ്ട്. അടുത്ത ആളോട് പറഞ്ഞ്, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. There is a place. Amen, amen, amen. നീ ഭയപ്പെട്ടു പോകരുത്, ഒരു സ്ഥലമുണ്ട്. നീ പ്രതീക്ഷ അറ്റുപോകരുത്, ഒരു സ്ഥലമുണ്ട്. നിന്റെ ആശയ്ക്ക് ഭംഗം വരരുത്. നിങ്ങൾ പറയുന്നുണ്ടോ? ഇല്ലല്ലേ? ഇത് പറഞ്ഞേ. ആശയ്ക്ക് ഭംഗം വരരുത്, ഒരു സ്ഥലമുണ്ട്. യഹോവയിലാണ് പ്രതീക്ഷ. നിന്റെ പ്രതീക്ഷ മാനേജറിലല്ല. യഹോവയിലാണ് പ്രതീക്ഷ. നിന്റെ പ്രതീക്ഷ ഓർഗനൈസേഷനിലല്ല. യഹോവയിലാണ് പ്രതീക്ഷ. നിന്റെ പ്രതീക്ഷ മറ്റൊന്നിലുമല്ല. ഗ്ലോറി, 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 ഗ്ലോറി. യഹോവ എന്റെ ഇടയൻ, എനിക്കൊരു ബുദ്ധിമുട്ടുകളുമില്ല. ഗ്ലോറി. മിനിറ്റിന് വെച്ച സിംഹവും കരടിയും പുലിയും ഒക്കെ വരുന്ന സ്ഥലത്ത് ദാവീദ് പറഞ്ഞത് എന്താ പറയാൻ കാരണം? ഇനി ഏത് കരടി വന്നാലും യഹോവ എനിക്കുണ്ട്, ഏത് സിംഹം വന്നാലും യഹോവ എന്നെ പരിരക്ഷിക്കും, എന്നെയും എൻ്റെ ആടുകളെയും എൻ്റെ ഇടയന്മാരെ അവൻ സൂക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം ഭാരം കൊണ്ട് മറിയുകയാണോ? നിന്റെ ഹൃദയം ആ ലെറ്റർ വായിച്ചിട്ട് നീ പിടയ്ക്കുകയാണോ? നിനക്ക് വിരോധമായി വന്ന പ്രതികൂല രേഖ വായിച്ച് നീ ഭയപ്പെടുകയാണോ? യഹോവയിൽ ഒരിടമുണ്ട്, ക്രിസ്തുവിലൊരിടമുണ്ട്, പിതാവിലൊരിടമുണ്ട്, സ്വർഗത്തിലൊരിടമുണ്ട്, ആത്മീക തലത്തിൽ ഒരു വലിയ ഇടമുണ്ട്. നിന്റെ സങ്കടങ്ങൾ മാറുന്ന, ഭയം മാറുന്ന, നിരാശ മാറുന്ന, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന, ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ആത്മീക ഇടം നിന്റെ അകത്ത് ഉണ്ട്. എന്നെ വിട്ട് കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഹൃദയത്തിന്റെ ഭയങ്കര ഉന്മേഷത്തോട്, മുഴുവൻ ഹൃദയത്തോട് പറയുന്ന ആകൊണ്ട് പതുക്കെ പതുക്കെ വെളിപ്പെടുത്തുന്നത്. ഒന്ന് ഇരുന്നാ മതി, ഞാൻ ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് കാലൊക്കെ ഒന്ന് കഴുകാം. ചൂടുള്ള മരുഭൂമിയിൽ കൂടി ചെരുപ്പിട്ടോ ചെരുപ്പിടാതെയോ നടന്നു വന്നവരാണ്. ഇവിടെ കാല് മുഴുവനും പഴുത്തിരിക്കുകയാണ്. അതൊന്ന് കഴുകാം, ഒരു തണുപ്പ് കിട്ടും. അസാരം വെള്ളം കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ കാലുകളൊന്ന് കഴുകാം, കൈ ഒന്ന് കഴുകാം. ഭയങ്കര ആതിഥേയമാണ്, മര്യാദകൾ ഭയങ്കരമാണ്. ആർ യു ഡൂയിങ് ഇറ്റ്? നിങ്ങൾ കർത്താവിനെ പ്രീണിപ്പിക്കുന്നതിന് പകരം ഈ ലോകത്തിലെ മുഴുവൻ ആളുകളെയും പ്രീണിപ്പിച്ചോ, ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ആ സ്ഥാനത്ത് കർത്താവിനെ ഒന്ന് സുഖിപ്പിച്ചേ. പത്തനംതിട്ട ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനെ ഒന്ന് പ്രസാദിപ്പിച്ചേ. അവൻ ബാക്കിയുള്ളവരോട് പറയും, അവൻ എൻ്റെ ദാസൻ, അവനോട് ഗുണമോ ദോഷമോ നീ സംസാരിക്കുവാൻ ബന്ധപ്പെടരുത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയിൽ ഒരു വാസസ്ഥലമുണ്ട്. എന്നിട്ട് പറയാ, അടുത്ത് വെച്ച് അല്പം അട കൊണ്ടുവരാ അല്ലേ? വൃക്ഷത്തിന്റെ കീഴിലിരിപ്പീൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഈ വീട്ടിൽ കയറ്റില്ല എന്നും കരുതരുത്. വൃക്ഷത്തിന്റെ കീഴെന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും വലിയ AC അതാ. അണ്ടർ ദ ട്രീ. രാജാവാകുന്ന ശൗല് മാതള നാരകത്തിന്റെ കീഴേ ഇരിക്കുകയായിരുന്നു. രാജാവിന്റെ ഗതി ഏതാണെങ്കിൽ അബ്രഹാമിന്റെ ഗതി എന്താ? ദാറ്റ്സ് ദ ബെസ്റ്റ്. വൃക്ഷത്തിന് കീഴിലിരിക്കുന്നതാണ് AC റൂം. അത് ദ ബെസ്റ്റ് ലോഞ്ച്, ബെസ്റ്റ് ഡൈനിങ് ഹാപ്പൻസ് ദേർ. വൃക്ഷത്തിന് കീഴിലിരിപ്പീൻ,
ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. ഞാൻ ഒരു മുറി എന്ന് പറഞ്ഞാൽ മുഴുവൻ അപ്പം അല്ല, ഒരു മുറി. എന്നിട്ട് പോയി സാറയോട് പറഞ്ഞ എത്ര? 3 ഇടങ്ങഴി മാവെടുത്ത് 3 ഇടങ്ങഴി എനിക്ക് തോന്നുന്നു 3 കിലോയെങ്കിലും കാണും, അല്ലെങ്കിൽ 2.5 കിലോയെങ്കിലും കാണും. റൈറ്റ്? ഓക്കെ. എന്തായാലും നമ്മൾ കഴിക്കുന്ന ദോശയോ കുബൂസോ ഒന്നുമല്ല, ഹെവിയാ. അത്രയൊന്ന് പോയി ആരെങ്കിലും ഇന്ന് രാത്രി ഒന്ന് കുഴച്ചെടുത്ത് കളഞ്ഞാലും വേണ്ടില്ല. ഒന്ന് കുഴയ്ക്കുന്നതിൻ്റെ പ്രയാസം മനസ്സിലാവും. 3 ഇടങ്ങഴി കുഴയ്ക്കുന്നതിൻ്റെ പറഞ്ഞെന്തോ, ഒരു മുറി അപ്പം കൊണ്ടുവരാം. കുഴച്ചെത്ര? എന്നെ മനസ്സൊന്ന് നോക്കി. വായിച്ച് വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ ഒരു ഭയങ്കര ധൃതിയാ ബന്ധപ്പെട്ടു. എങ്ങനെയാണ് സങ്കടം മാറുന്നത്? എങ്ങനെയാ ഭയം മാറുന്നത്? എങ്ങനെയാ നമ്മുടെ ഹാൻഡ് കഫ്സ് അഴിയുന്നത്? എങ്ങനെയാ കാലിലെ ചങ്ങല മാറുന്നത്? പൗലോസും ശീലാസും കാലിലെ ചങ്ങല, കയ്യിലെ ചങ്ങല കർത്താവിന് സ്തോത്രം പാടി നല്ലൊരു സപ്പർ കർത്താവിന് കൊടുത്തു. നല്ലൊരു ആരാധന. കർത്താവ് പറഞ്ഞു, ഇവന്റെ കയ്യിലെ ചങ്ങല അഴിയട്ടെ. സ്തോത്രം. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം വരെ അഴിഞ്ഞുപോയി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. നമ്മൾ ഇങ്ങനെ അഴിക്കുന്നവരാകണം. വായിച്ചേ. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നിശ്ചലത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം. പെട്ടെന്ന് 3 ഇടങ്ങഴി മാവെടുത്ത് കുഴയ്ക്കണം. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് കണ്ടോ ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. ഹീബ്രു ഇന്റർപ്രിട്ടേഷൻ വായിച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇസ്മായിലിന്റെ കയ്യിൽ കൊടുത്തതാ. അപ്പം മോനെ കൂടി പഠിപ്പിക്കുക, എങ്ങനെയാണ് അതിസൽക്കാരം നടത്തുന്നത്, എങ്ങനെയാണ് ദൈവപ്രസാദം നേടേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വർത്തിക്കേണ്ടത്, തലമുറയെ പഠിപ്പിക്കുക. പക്ഷേ തെരഞ്ഞെടുത്ത ആരാ? അബ്രഹാം ചെന്ന് പശുക്കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല ഒരു പശുക്കിടാവിനെ വേർതിരിച്ച ബാല്യക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. സ്തോത്രം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ചോയ്സ് മുഴുവനും, തീരുമാനം മുഴുവൻ അബ്രഹാമിൻ്റെയാ, തലയുടേതാ. വീട്ടിലെ തലയ്ക്ക് എന്ത് തീരുമാനമാണ് ഈ വിഷയത്തിലുള്ളത്? തല വഴിയേ മറുപടി വരൂ. തല പുറത്തു വന്നാൽ കൈയും കാലും പുറത്തു വരും. പ്രസവിച്ചവർക്കറിയാം. തല വരിക എന്നുള്ളത് ഏറ്റവും ഒന്നാമത്തെ കാര്യം. കൈ വന്നു കാല് വന്നു എന്നുള്ളതൊന്നുമല്ല. സ്തോത്രം. തല കറക്റ്റായി ദൈവാനുസരണത്തിലേക്ക് വന്നാൽ കുടുംബം രക്ഷപ്പെടും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എന്നാ തലയാ, എന്ന തീരുമാനമാ, എന്ന ധൃതിയാ, എന്ന ബദ്ധതയാ. അടുത്ത വായിച്ചേ. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടി. അപ്പൊ വെണ്ണയും പാലും അവിടെ എങ്ങും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായി തൻ്റെ കൂടാരത്തിലുള്ളത് എന്താണോ അത് ഈ അപരിചിതർക്ക് വിളമ്പുകയാണ്. അതൊരു ഉയർന്ന ആത്മീക തലമാണ്. എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കുക? ദൈവത്തെ ശുശ്രൂഷിച്ച് നീ വിടുതൽ പ്രാപിക്കും. ദൈവത്തെ പ്രീണിപ്പിച്ച് സ്നേഹിച്ച് നീ വിടുതൽ പ്രാപിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ എന്നാണ് 91:14 മലയാളത്തിൽ. ഇംഗ്ലീഷിലോ ബിക്കോസ് ഹി സ്റ്റെഡ്ഫാസ്റ്റ്ലി ലവ് മീ. അവൻ എന്നോട് സ്നേഹത്തിൽ ചേർന്നിരിക്കാൻ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. വിളക്കി ചേർക്കുന്നതിനേക്കാൾ, നട്ടുബോൾട്ടിട്ട് ചേർക്കുന്നതിനേക്കാൾ, പൂട്ടിട്ട് ചേർക്കുന്നതിനേക്കാൾ സ്നേഹത്തിൽ ചേർന്നിരിപ്പാൻ കഴിയും. ബിക്കോസ് ഹി ലവ് മീ. അവൻ എന്നോട് സ്നേഹത്തിൽ പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. കമോൺ പീപ്പിൾ, കമോൺ പീപ്പിൾ. ഒരു നാല് പറഞ്ഞേ, എങ്ങനെയാ വിടുതൽ, എങ്ങനെയാ രക്ഷ, എങ്ങനെയാ സൗഖ്യം, എങ്ങനെയാ നിന്റെ നന്മ, എങ്ങനെയാ നീ പ്രശ്നത്തിന് പുറത്തു വരുന്നത്? ബിക്കോസ് നോട്ട് സെർച്ചിങ് ഓൺ ദ ഗൂഗിൾ. അങ്ങനെയാണോ? സ്തോത്രം സ്തോത്രം. ഇവിടെ ചെറിയ വേദന വന്ന് ഗൂഗിൾ സെർച്ച് നോക്കിയേ, നിന്റെ അപ്പൻഡിസെക്ടമി ചെയ്യണമെന്ന് അടുത്ത വാചകം വരും. അതോടെ നിന്റെ ഇല്ലാത്ത പ്രശ്നം മുഴുവനാവും. ഇവിടെ ഒരു വേദന വന്ന് ഗ്യാസിൻ്റെ ആണെന്ന് എഴുതത്തില്ല. അവിടെ എഴുതിയേക്കെന്തോ അറിയാമോ? ഹൃദയത്തിൻ്റെ 4ാമത്തെ അറയിൽ ഭയങ്കര പ്രശ്നമാണെന്ന് വരും. പ്രൈസ് ഗാഡ്.
നല്ല മരുന്നെല്ലാം എഴുതി വരും. ഇതെല്ലാം വായിച്ച് നമ്മൾ 2 മിനിറ്റ് കൊണ്ട് താഴെ പോകും. ലോറി. പണ്ട് നമ്മുടെ നാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ എന്ന് വിളിക്കുന്നത് ശരിയല്ല, കമ്പൗണ്ടർ എന്നൊക്കെയാണ് പറയുന്നത്. കമ്പൗണ്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കാണുമ്പോഴേ ആളുകൾ സൗഖ്യമാവുക. ഇങ്ങനെ ആകെ 3 മരുന്നേ ഉള്ളൂ. അത് ഒറ്റ മരുന്ന്, ആ 3 കളറിൽ കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു മഞ്ഞ, ഒരു നീല, ഒരു ചുവപ്പ്. ഒറ്റ മരുന്ന്, അത് 3 കളറാക്കി കൊടുക്കുക. വരുന്ന ഒരു അപ്പച്ച, അമ്മച്ചി, മോനെ, മോളെന്നൊക്കെ ഈ പുള്ളി ഒന്ന് വിളിക്കും. ശരീരത്തിലേക്ക് ഒന്ന് തൊടും. കുഴപ്പമില്ല കേട്ടോ, എന്തോ കുഴപ്പമില്ലെന്നാ. ഭയങ്കര അസുഖമായിട്ട് ചെല്ലുന്നവരും ഇയാളുടെ ഈ സ്നേഹവും വാത്സല്യവും ആ ചുവന്ന ഗുളികയും നോക്കിയോ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പകുതിയും മെന്റൽ പ്രശ്നമാണ്. നമുക്ക് സ്ട്രെസ് അടിച്ച് കയറി ആകെ പ്രശ്നമായി. ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങോട്ട് ഡോറ് തുറന്നാൽ ഒരു വാസസ്ഥലമുണ്ട്. ഹൃദയം കലങ്ങിയവർക്ക് വസിപ്പാൻ ആത്മാവിലൊരിടം, ദൈവകൃപയിലൊരിടം, ദൈവ കൂട്ടായ്മയ്ക്ക് ഒരിടം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം ദുഃഖിക്കരുത്. നിങ്ങളുടെ ഹൃദയം ഭയപ്പെട്ടു പോകരുത്. ഗ്ലോറി, ഗ്ലോറി. ആമേൻ, ആമേൻ. നമ്മുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിള്ളേരൊക്കെ കുഞ്ഞിലെ, ചെറുതിലെ അവർക്ക് നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കും. ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും എല്ലാം മേടിച്ചു കൊടുക്കും. എന്നാലും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചിലതൊക്കെ ആഗ്രഹിക്കും. എനിക്കത് വേണം, പോപ്കോൺ വേണം, അല്ലെങ്കിൽ പോപ്പിൻസ് വേണം, ഐസ്ക്രീം വേണം. പിള്ളേരുടെ ആഗ്രഹമല്ലേ. നമ്മൾ ഒരിക്കലും ഇതൊന്നും നോ പറയത്തില്ല. ഇത് ഇവർക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തേക്കുക. അവർ പറയുന്നതിന് മുമ്പ് തന്നെ വാങ്ങിച്ച് ചില ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവർ ചോദിച്ചതിന് ശേഷം ചില മാതാപിതാക്കൾ ഇവരുടെ ലൈനൊന്ന് നോക്കും. അല്ലേലും മമ്മി എനിക്കൊന്നും മേടിച്ചു തരത്തില്ല, അല്ലേലും ഇവിടെ ഒന്നും കഴിക്കാനില്ല, ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ട് മാറിയതേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ ആയിരിക്കും എന്നാൽ പിന്നെ 2 മണിക്കൂർ കഴിയിട്ടെന്ന് വിചാരിക്കും. ഗ്ലോറി. നമ്മുടെ പലരുടെയും സ്ഥിതി അതാണ്. 2 മണിക്കൂർ മുമ്പേ കിട്ടേണ്ടത് നമ്മുടെ ഈ പള്ളു പറിച്ച് പ്രാർത്ഥനയും പറയുന്ന, കർത്താവേ ഞാൻ ഇങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ നീ പറഞ്ഞില്ലേ കർത്താവ് അറിയത്തില്ല. കർത്താവേ എൻ്റെ മാനേജർ ഭയങ്കര കഠിനനാണെന്ന് നിനക്കറിയാം. എടാ, ആ പുള്ളിയുടെ ദൈവമല്ലേ ഈ ദൈവം. നീ ഒന്നും പറയണ്ട, നീ നല്ലപോലെ ചിരിച്ച് കളിച്ചങ്ങ് ജീവിക്കാമോ? കർത്താവ് കാര്യങ്ങൾ ഇറക്കി തരും. അപ്പൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ സന്തോഷിക്കണമെന്നാ. പിതാവാം ദൈവത്തിൽ നിന്ന് ആ പിതൃത്വം നമുക്ക് കിട്ടിയത്. നമ്മൾ ആടിപ്പാടി കർത്താവിനെ സ്തുതിച്ച് കർത്താവിനെ സന്തോഷിച്ച് ഇതൊന്നും ഒരു വിഷയമേ അല്ലെന്ന് പറഞ്ഞങ്ങ് ജീവിക്കാമോ? കർത്താവ് ബാക്കി കാര്യമേറ്റു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നെങ്കിൽ, പ്രതികൂലങ്ങൾ നിങ്ങളെ ഹുക്ക് ചെയ്യുന്നെങ്കിൽ പ്രശ്നമുണ്ട്. ആ ഹുക്ക് എടുത്ത് കളയണം. ആ സന്തോഷം നഷ്ടപ്പെടുന്ന ഒന്നും നിന്നിലേക്ക് വരല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. കർത്താവ് ഒന്നല്ല 1000 കുഞ്ഞുങ്ങളെ തരാൻ ശക്തനാ. കർത്താവ് ഒന്നല്ല 1000 വീട് തരാൻ ശക്തനാ. കർത്താവ് ഒന്നല്ല 1000 കാർ തരാൻ ശക്തനാ. കർത്താവ് ഒന്നല്ല 1000 ചേർച്ച് തരാൻ ശക്തനാ. പക്ഷെ നീ സന്തോഷിച്ചേ. നിന്റെ വാടിയ മുഖം ഒന്ന് മാറ്റിക്കേ. ആമേൻ, ഹല്ലേലൂയ. സങ്കടപ്പെട്ട് കലങ്ങിയിരിക്കുന്നവർക്ക് ഒരു ഹൃദയമുണ്ട്. യേശു കർത്താവ് മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ആംബിയൻസ് മുഴുവൻ കളയുക. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് അറ്റ്മോസ്ഫിയർ മുഴുവൻ കളയുക. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ രുചി വരെ കളയുക. കരിഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. നീ പൊരിച്ച മത്തിയാണ്ട് കരിഞ്ഞു, ഓടിച്ചല്ല. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഞാനില്ലേ ഇവിടെ. ഗ്ലോറി, ആമേൻ. ഞാൻ ഈ നമ്മുടെ കായംകുളത്തുള്ള മാതാ അമൃതാനന്ദമയെ പറ്റി കേട്ടിട്ടുണ്ട്. ആ പുള്ളിക്കാരി ആക്ച്വലി രോഗിയാണ്, ഒത്തിരി രോഗമുള്ള ആളാണ്. ആ വീർത്തിരിക്കുന്നതിനെല്ലാം പിന്നിൽ രോഗമാണ്. എന്നാൽ ഈ പുള്ളിക്കാരിക്ക് ഒരു വെളിപ്പാട് കിട്ടി. പുള്ളിക്കാരുടെ അടുത്ത് ആര് എന്നാലും പുള്ളിക്കാരി അങ്ങോട്ട് കൈയിട്ട് കെട്ടി അങ്ങ് പിടിക്കും. എന്നിട്ട് അമൃതി അങ്ങ് പിടിക്കും.
എന്നിട്ട് ചിലരുടെ ചെവി പറയും ഞാനില്ലേ. ഇത് കേട്ടോണ്ടേ മരി പോന്നേ. അവരുടെ സങ്കടം തീർന്നു. ഡയബറ്റിക് ഉള്ള 100,000 രോഗമുള്ള ഈ അമ്മ പറയുന്ന കേട്ടോ ഒറ്റ പോക്കാം. അമ്മ രക്ഷിച്ചെന്നാ പറയുന്നത്. എടാ, യേശു ഇതല്ലേ പറഞ്ഞേ, നിന്റെ ഉള്ളം കലങ്ങിപ്പോകരുത്, നിന്റെ ഉള്ളം സങ്കടപ്പെട്ടു പോകരുത്. ഞാനില്ലേ, ഞാൻ നിനക്ക് വേണ്ടിയില്ലേ, ഞാൻ അനുകൂലമല്ലേ, ഞാൻ നിന്റെ ബിഗ് ബ്രദർ അല്ലേ. വൈ യു വറി? പ്രൈസ് ഗോഡ്. നമുക്കൊന്ന് സന്തോഷിക്കാം. അപ്പ വീട്ടിൽ എപ്പോഴും സന്തോഷമേ, ആടലും പാടലുമേ. ആമേൻ. അതാണ് നമ്മുടെ അപ്പന്റെ വാസസ്ഥലം. അവിടെ സന്തോഷമല്ലാതെ ഒന്നുമില്ല. ലെറ്റ് us be on our feet. നമുക്ക് എഴുന്നേൽക്കാം, കർത്താവിനെ സ്തുതിക്കാം. എല്ലാ സങ്കടവും മാറട്ടെ, എല്ലാ പ്രത്യാശയുടെ ആശാഭംഗം മാറട്ടെ.